ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മിയാണ് കേട്ടോ. എപ്പോഴാണ് നമുക്ക് തോൽവി സംഭവിക്കുന്നത്? പല ആളുകളും പറയാറുണ്ട്, എൻ്റെ ജീവിതം തോൽവിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറയാറുണ്ട്. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തോൽവി സംഭവിക്കുന്നത്? നമ്മുടെ ആത്മാവിനെ പല ചിന്തകൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത്, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ഇരു മനസ്സായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തോൽവി സംഭവിക്കാറുണ്ട്. നമ്മുടെ ഭഗവാന്റെ അംശമാണ് ആത്മാവ്. ആ ആത്മാവിനെ നമ്മൾ പല ചിന്തകൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് നമുക്ക് തോൽവി സംഭവിക്കുന്നത്. ഈ ഒരു ഭാഗം ഭഗവത്ഗീതയിലൂടെ ഒന്ന് കേട്ടു നോക്കിയാലോ? കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധത്തിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അർജുനന് വളരെ സങ്കടം തോന്നി. അർജുനന്റെ വിഷാദം. അദ്ദേഹം ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാൻ കൃഷ്ണ, ഈ ഒരു യുദ്ധഭൂമിയെ നേരിടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറയാണ്. ആ അർജുനൻ ആകെ സാഡായിരിക്കുന്നു. അപ്പൊ ഭഗവാനെ മനസ്സിലായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒന്ന് മോട്ടിവേഷൻ ചെയ്തിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കണം. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ പറയാണ്, ഞാൻ മനസ്സിലാക്കിയ ഒരു അർജുനൻ ഇങ്ങനെയല്ല. അദ്ദേഹം വളരെ ശക്തനാണ്, അദ്ദേഹം വളരെ ബുദ്ധിശാലിയാണ്, അദ്ദേഹം വലിയ വീരനാണ്. ഒരിക്കലും എൻ്റെ മുന്നിൽ നിൽക്കുന്ന അർജുനനല്ല അത്. അദ്ദേഹത്തിന് വളരെ ശക്തിയും ബുദ്ധിയും എല്ലാം ഉണ്ട്. ആ അർജുനനെയാണ് എനിക്ക് അറിയാം, അല്ലാതെ ഈ ഒരു അർജുനൻ എനിക്ക് അറിയില്ല എന്ന് പറയാണ്. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, കുന്തി പുത്ര, ഈ ഒരു യുദ്ധത്തില്